ചെറുപഴം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഹലുവയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ അല്ലേ? ഇത് ചെറുപഴം, നല്ല മൈസൂർ പഴം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഹലുവയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ്. പെട്ടെന്ന് വീഡിയോ കാണാം കേട്ടോ. ഇതിനായിട്ട് ഒരു 10 മൈസൂർ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൂവമ്പഴം ഉണ്ടെങ്കിൽ അത് എടുക്കാം. പക്ഷെങ്കിൽ ടേസ്റ്റ് മൈസൂർ പഴം തന്നെയാണ് കേട്ടോ. അപ്പൊ കയ്യിലുണ്ടെങ്കിൽ മൈസൂർ പഴം വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഒരു 10 പഴം ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 മുതൽ ഒരു 14 വരെ പഴം എടുക്കാം കേട്ടോ. ഇനി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നേരിട്ട് ജാറിലേക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നേയില്ല. കാര്യമായിട്ട് വേണ്ടുന്നത് മൈസൂർ പഴം തന്നെയാണ്. ഇപ്പൊ 2-3 ഐറ്റം കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹലുവ തയ്യാറാക്കി എടുക്കാം. അപ്പം മൊത്തത്തിലൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊന്നും കൂട്ടാതെ നല്ല ഫൈൻ ആയിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അരച്ച് കിട്ടിയിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് 3 അച്ച് ബെല്ലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് അതൊന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഉരുക്കിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചെറുപഴം കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇപ്പൊ 3 ടീസ്പൂണോളം കോൺഫ്ലോർ, 3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഹലുവ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ നേരിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ഉള്ളത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കാം കേട്ടോ. വേറെ നട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കമുന്തിരി അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പകരം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ഒക്കെ ഒന്ന് വറുത്ത് കോരിയ ശേഷം അതേ പാത്രത്തിൽ തന്നെ നമ്മൾ പഴത്തിൻ്റെ ആ ഒരു മിക്സ് ചേർത്തെടുക്കാം. കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ജാറിന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കോരിയെടുക്കണം കേട്ടോ. ഇത് കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കലക്കി ഒഴിക്കരുത്. സ്പൂൺ വെച്ചിട്ട് നല്ലോണം വടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ആ നെയ്യും പഴവും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴം ഒന്ന് ചൂടാവുന്നത് വരെ അത്യാവശ്യം തീയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പം തീ ഒരു മീഡിയം രീതിയിൽ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഹലുവ കരിഞ്ഞു പോകും. അപ്പം നല്ല രീതിയിൽ പഴം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബെല്ലം മീൻസ് ശർക്കരയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. പഴവും ശർക്കരയും കൂടിയിട്ട് മിക്സ് ആവുന്ന സമയത്ത് അത് ഉടയാത്ത പോലെയൊക്കെ തോന്നും. അപ്പം നമ്മൾ തവി വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ചൂട് തട്ടി കഴിയുമ്പം അത് നല്ല രീതിക്ക് ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയി വരും. ഇനി നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി 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 കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കത്തില്ല. നല്ല രീതിക്കൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം തീ ഒരു മീഡിയം രീതിയിൽ കുറച്ച് വെക്കണം കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടി കൂട്ടി വയ്ക്കരുത്. ചെറുപഴം കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ തന്നെ ആ ഒരു പാത്രത്തിന് കുറച്ച് കുറച്ചായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിന്റെ മിക്സ് ഒന്നുകൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യുമ്പോൾ കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി തവി വെച്ചിട്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ അണ്ടിപ്പരിപ്പ് വറുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തതാണ്. ഈ ഒരു സമയമാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പാനിനെല്ലാം അതൊന്ന് വിട്ട് വരാൻ നല്ല അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ നല്ല രീതിക്ക് പാനിന്ന് വിട്ട് വരും കേട്ടോ. ഇപ്പം തവി വെച്ച് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പാനിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പാകം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഇതൊന്ന് തിക്കാവാനുണ്ട്. അപ്പം അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തിക്കാവുന്നത് വരെ ഒന്ന് നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് കറണ്ട് പോയി, അതാണ് പെട്ടെന്ന് ഒരു കളർ ചേഞ്ച് പോലെ. ഞാൻ എമർജൻസി വെച്ചിട്ടാണ് ബാക്കി ഭാഗമൊക്കെ വീഡിയോ എടുത്തത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കളർ ചേഞ്ച് പോലെ കാണുന്നത്. വൈകുന്നേര സമയത്താണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പം ചെറിയൊരു ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കറണ്ട് പോയും വന്ന് ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയമാകുമ്പം നമുക്കത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വിട്ട് വരുന്നുണ്ട്. ആ തവിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ മിക്സ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്, മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. ഒരു പ്ലേറ്റ് ആയാലും മതി. അപ്പം അതിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് ചുറ്റും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ മിക്സിലേക്ക് നേരിട്ടിട്ട് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തത്. അപ്പം ഇനി അത് ചൂടോടെ തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിന് വീഴുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലെ ഒരു ഭാഗത്തും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ, ആവി പോകുന്നുണ്ട്. ഈ സമയമൊന്നും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ സൈഡിൽ എമർജൻസി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതൊന്ന് തണുത്ത ശേഷം നമുക്ക് പാത്രത്തിന് മാറ്റാം. ഇപ്പം ഏകദേശം തണുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടി അടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാത്രത്തിനൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റാം. ഇങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയിൽ നമുക്ക് ചെറുപഴം വെച്ചിട്ടും ഹൽവ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ചെറുപഴമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.